ഫുക്രിയിലേക്ക് സ്വാഗതം. ലയണൽ മെസ്സി ഈ ലോകകപ്പിലെകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ ഒരു താരമായി മാറിയിരിക്കുന്നു. റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലായി കഴിഞ്ഞു. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ലോകകപ്പുകളിൽ ഗോളടിച്ച താരവും മെസ്സിയാണ്. അസിസ്റ്റുകളുടെ കാര്യത്തിൽ അദ്ദേഹം അർജൻറ്റീനയുടെ തന്നെ ഡീഗോ മറഡോണയാണ് മറികടന്നത്. മറഡോണ 8 അസിസ്റ്റുകളാണ് ലോകകപ്പിൽ ആകെ നടത്തിയിരുന്നത്. അതായിരുന്നു ഇതിന് തൊട്ട് മുമ്പ് റെക്കോർഡ്. പക്ഷെ അത് ആണ് ഇപ്പോൾ മെസ്സി മറികടന്നത്. മെസ്സിയുടെ ആ 12 അസിസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലോകകപ്പായ 2006 ലോകകപ്പിൽ സെർബിയക്കെതിരെ ഹെർണൻ ക്രെസ്പോന് ഗോളടിക്കാൻ അസിസ്റ്റ് കൊടുത്തതാണ്. അതാണ് ആദ്യത്തെ ലോകകപ്പിലെ അസിസ്റ്റ് മെസ്സിയുടെ. ആ കളിയിൽ 6-0 സെർബിയക്കെതിരെ അർജൻറ്റീന ജയിച്ചത്. രണ്ടാമത്തത് 2010 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിൽ മെക്സിക്കോക്കെതിരെ കാർലോ ടെവസിന് ഗോളടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അതാണ് രണ്ടാമത്തെ അസിസ്റ്റ്. അന്ന് 3-1 അർജൻറ്റീന ജയിച്ചു. മൂന്നാമത്തെ അസിസ്റ്റ് എന്ന് പറയുന്നത് 2014 അത് അന്ന് സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിൽ ഏഞ്ചൽ ഡി മരിയയ്ക്ക് അസിസ്റ്റ് കൊടുത്തു, ഗോളടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അന്ന് 1-0 ആ മത്സരം അർജൻറ്റീന ജയിച്ചു. പിന്നീട് 2018 നാലാമത്തെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ്. അന്ന് ഫ്രാൻസിനെതിരെ ഗബ്രിയേൽ മർക്കഡോ എന്ന കളിക്കാരന് ഗോളടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു, അവസരം ഒരുക്കി കൊടുത്തത് മെസ്സിയായിരുന്നു. അങ്ങനെ മെസ്സി 5ാമത്തെ അസിസ്റ്റ് നേടി. പക്ഷേ ആ മത്സരത്തിൽ ഫ്രാൻസിനോട് നോക്കൗട്ട് ഗെയിമായിരുന്നു. ഫ്രാൻസിനോട് 4-3 അർജൻറ്റീന തോൽക്കുകയും ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. അടുത്തത് 2018 വേൾഡ് കപ്പിൽ തന്നെ അതേ മത്സരത്തിൽ ഫ്രാൻസിനെതിരായ ആ മത്സരത്തിൽ അർജൻറ്റീന തോറ്റ ആ മത്സരത്തിൽ തന്നെ സെർജിയോ അഗ്വേറോയ്ക്ക് അദ്ദേഹം അസിസ്റ്റ് ചെയ്തു ഗോളടിക്കാൻ. അസിസ്റ്റ് ചെയ്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ 5ാമത്തെ അസിസ്റ്റ്. 6ാമത്തെ അസിസ്റ്റ് 2022 ലോകകപ്പിൽ മെക്സിക്കോക്കെതിരെ എൻസോ ഫെർണാണ്ടസിന് ഗോളടിക്കാൻ അവസരം ഒരുക്കി കൊടുത്താണ്. അന്ന് അർജൻറ്റീന, അതൊരു നോക്കൗട്ട് ഗെയിമായിരുന്നു, അർജൻറ്റീന മെക്സിക്കോയെ തോൽപ്പിച്ചു. മറ്റൊന്ന് 2022 തന്നെ നെതർലൻഡ്സിനെതിരെ, അത് ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു. അന്ന് നഹുൽ മൊളീനയ്ക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു ഗോളടിക്കാൻ നെതർലൻഡ്സിനെതിരെ. ആ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അർജൻറ്റീന ജയിച്ച് സെമിഫൈനലിലേക്ക് പോകുന്നത്. പിന്നീട് 2022 ആ ലോകകപ്പിൽ തന്നെ ക്രൊയേഷ്യക്കെതിരെ ഹൂലിയൻ അൽവാരസിന് ഗോളടിക്കാൻ അസിസ്റ്റ് ഒരുക്കി കൊടുത്തു. അത് സെമിഫൈനലായിരുന്നു. ആ സെമിഫൈനലിൽ 3-0 ക്രൊയേഷ്യയെ തോൽപ്പിച്ച് തകർത്ത് അർജൻറ്റീന ഫൈനലിലെത്തി. അടുത്തത് 2026 ഈ ലോകകപ്പിൽ ഈജിപ്തിനെതിരെ ക്രിസ്ത്യൻ റൊമേറോയ്ക്ക് നിർണായക ഗോളായിരുന്നു, ആദ്യത്തെ ഗോളായിരുന്നു അർജൻറ്റീനയുടെ. അത് റൊമേറോ അടിച്ചത് മെസ്സിയുടെ ക്രോസിൽ നിന്നായിരുന്നു. അടുത്തത് ഈ ലോകകപ്പിൽ തന്നെ സ്വിറ്റ്സർലൻഡിനെതിരെ അലക്സിസ് മക്കാലിസ്റ്ററിന് ഗോളടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്താണ്. ആ അസിസ്റ്റ് മെസ്സിയുടെ വകയായിരുന്നു. വീണ്ടും സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 2 അസിസ്റ്റുകളാണ് അദ്ദേഹം ഒരുക്കിയത്. ഒന്ന് എൻസോ ഫെർണാണ്ടസിന് ഗോളടിക്കാനും മറ്റൊന്ന് ലൗതാരോ മാർട്ടിനസിനും. അങ്ങനെ ഈ 6 ലോകകപ്പുകളിലായി 12 അസിസ്റ്റാണ് ഒരുക്കിയത്. ആ 12 അസിസ്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് മെസ്സി ഒരുക്കി കൊടുത്ത 12 അസിസ്റ്റുകൾ.